guys, how are you? അപ്പോൾ എല്ലാവർക്കും എൻഡ്രോയിഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾക്ക് എങ്ങനെ നമ്മളെ വീഡിയോസിന് ഐ ബട്ടൺ കൊടുക്കാമെന്നാണ്. അപ്പോൾ ഐ ബട്ടൺ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു കാർഡ് വരുന്നില്ലേ, നമ്മൾ സാധാരണയായിട്ട് വീഡിയോസ് കാണുമ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു കാർഡ് വരും, ഇങ്ങനെ പോപ്പപ്പ് ആയിട്ട്. എന്നിട്ട് നമ്മൾ ആ കാർഡ് അമർത്തുമ്പോൾ നമുക്കൊരു വേറൊരു വീഡിയോ കാണും. അപ്പോൾ ആ വീഡിയോ വേണമെങ്കിൽ നമുക്ക് കാണാം, വേണ്ടെങ്കിൽ നമുക്ക് കാണണ്ട. അപ്പോൾ ഇതാണ് ഈ ഐ കാർഡ്. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോസിന് ഐ കാർഡ് കൊടുത്തിട്ട് നമുക്ക് നമ്മളെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാം. കാരണം നമ്മളെ ഒരു വീഡിയോ കാണുന്നു, അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വീഡിയോ അതിന് ഐ കാർഡായിട്ട് വേറെ കൊടുക്കുന്നു. അപ്പോൾ ആ ഐ കാർഡ് വീഡിയോ അവർക്ക് കാണണമെന്നുണ്ടെങ്കിൽ അവർ ആ വീഡിയോയും കാണുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് നമ്മൾ ഒരു വീഡിയോനെ കൊണ്ട് മറ്റുള്ള വീഡിയോസിന് വ്യൂസ് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സ്ക്രീൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഐ കാർഡിൻ്റെ വീഡിയോ ഞാൻ വേഗം വരുന്നതായിരിക്കും. ഐ ബട്ടൺ കാർഡ്സ് എന്നും പറയും, ഐ ബട്ടൺ എന്നും പറയും. അപ്പോൾ ഈ ഐ ബട്ടൺ നമ്മളെ വീഡിയോസിന് കൊടുക്കുന്ന ഈ ഐ ബട്ടണ് നമ്മൾ ക്രിയേറ്റർ സ്റ്റുഡിയോ എന്നാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. പക്ഷെ പല ആളുകൾക്കും ക്രിയേറ്റർ സ്റ്റുഡിയോ എന്താണെന്ന് അറിയില്ല. അപ്പം ക്രിയേറ്റർ സ്റ്റുഡിയോ അറിയുന്നുണ്ടെങ്കിലും അത് എങ്ങനെ ഓപ്പൺ ചെയ്യലെന്നും അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിലെങ്ങനെ നമുക്ക് ഈ ഐ ബട്ടൺ കൊടുക്കലെന്നും അറിയില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഞാൻ എങ്ങനെ നമ്മളെ വീഡിയോസിന് ഐ ബട്ടൺ കൊടുക്കുക എന്നൊരു നോളജാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് അടിക്കാൻ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നേരം വെറുതെ സമയം വേസ്റ്റ് ചെയ്യേണ്ട, നേരം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളുടെ വീഡിയോസിന് ഐ ബട്ടൺ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മളെ ക്രിയേറ്റർ സ്റ്റുഡിയോ എടുക്കണമല്ലോ. അപ്പോൾ ഈ ക്രിയേറ്റർ സ്റ്റുഡിയോ ക്രോം ബ്രൗസറിലാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യം ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചാനൽ ഡാഷ്ബോർഡ് എന്നൊന്ന് സെർച്ച് ചെയ്യൂ. ചാനൽ ഡാഷ്ബോർഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ യൂട്യൂബിന് എതിട്ട് ആദ്യം തന്നെ studio.youtube.com എന്നില്ലേ, അതാദ്യം നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ടു സ്റ്റുഡിയോ, ഗെറ്റ് ദ ആപ്പ് അല്ല, കണ്ടിന്യൂ ടു സ്റ്റുഡിയോ എടുക്കാം. ഇപ്പോൾ നമ്മളെ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ എത്താനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ലോഡായി വരുന്നുണ്ട്. നമ്മളെ സ്റ്റുഡിയോ ലോഡായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ക്രിയേറ്റർ സ്റ്റുഡിയോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചാനൽ ഡാഷ്ബോർഡിലാണ് ഉള്ളത്. അപ്പോൾ അതിന് തന്നെ രണ്ടാമത്തെ സെക്ഷനായി നിങ്ങൾക്ക് ഇവിടെ ചാനൽ കണ്ടന്റ്, നമ്മളെ വീഡിയോസൊക്കെ എടുക്കേണ്ട ഒരു സെക്ഷൻ ഉണ്ട്, ചാനൽ കണ്ടന്റ്. അത് നിങ്ങൾക്ക് കാണുന്നില്ലേ, അതൊന്ന് നിങ്ങൾ അമർത്തണം. അത് അമർത്തുമ്പോൾ നമ്മളെ വീഡിയോസ് മുഴുവൻ നമുക്ക് കാണും. നമ്മൾ എന്തെല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് അതിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ടോ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ഏത് വീഡിയോക്കാണോ നമ്മുടെ വീഡിയോസിനാണോ നമുക്ക് ഐ കാർഡ് കൊടുക്കേണ്ടത്, ഐ ബട്ടൺ കൊടുക്കേണ്ടത്, ആ വീഡിയോ എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ബട്ടൺ അമർത്തണം ആദ്യം. എന്നിട്ട് ഈ വീഡിയോക്ക് എഡിറ്റ് ബട്ടൺ അമർത്തിയതിന് ശേഷം സൈഡിലായിട്ട് ഇവിടെ എൻ്റെ സ്ക്രീനിന് താഴെയായിട്ട് കാർഡ്സ് എന്നറിയില്ലേ, കാർഡ്സ്, ഐ കാർഡ്സ്. അപ്പോൾ നിങ്ങൾ അതൊന്നും അമർത്താം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ മുഴുവനും മൊബൈൽ ഫോണിൽ തന്നെ നമ്മൾ ഡെസ്ക്ടോപ്പ് മോഡ് ഓണാക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം കൂടുതൽ ആളുകൾ കഴിയുമ്പോൾ മൊബൈൽ ഫോണാണ് ഉണ്ടാവാറുള്ളത്, കമ്പ്യൂട്ടർ ഉണ്ടാവാറില്ല. അപ്പോൾ ഇനിയാണ് നമ്മൾ ഐ കാർഡ് കൊടുക്കണം. അപ്പോൾ നമ്മളെ വീഡിയോൻ്റെ ഏതൊക്കെ പാർട്ടിലാണോ നമുക്ക് ഐ കാർഡ് കൊടുക്കേണ്ട ആ ഭാഗം. ഇപ്പോൾ 52 സെക്കൻഡ് ആകുമ്പോൾ തന്നെ എനിക്ക് വീഡിയോൻ്റെ ഒരു ഐ കാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ കൊടുക്കുക. ഞാൻ ഇപ്പോൾ വീഡിയോൻ്റെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഐ കാർഡായിട്ട് കൊടുത്തിന്. അടുത്തൊരു 1 മിനിറ്റ് 35 സെക്കൻഡ് ആകുമ്പോൾ ഞാൻ ഒരു പ്ലേലിസ്റ്റ് കാർഡാണ് കൊടുക്കുന്നത്. അത് അമർത്തി എൻ്റെ പ്ലേലിസ്റ്റിലേക്ക് അവർ നേരം പോകല്ലോ. ഓക്കെ, സോ ഞാനിപ്പോൾ കഴിഞ്ഞ മാസത്തിൻ്റെ പ്ലേലിസ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ എവിടെയൊക്കെയോ ഐ കാർഡ് കൊടുക്കേണ്ടത് അവിടെയൊക്കെ നമ്മൾക്ക് ഐ കാർഡ് കൊടുക്കണം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഓക്കെ, പിന്നെ ചാനലിലൊരു ഇതുണ്ട്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും ചാനലിലൊക്കെ പരിചയപ്പെടുത്തുമ്പം ആ ചാനലിൽ ലിങ്ക് കൊടുക്കുക. പക്ഷേ നമ്മളൊരിക്കലും നമ്മളെ ചാനലിൽ ലിങ്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കില്ല. ഇപ്പം നമുക്കിതിങ്ങനെ മാക്സിമം 5 ഐ കാർഡാണ് നമ്മളെ വീഡിയോസിന് കൊടുക്കാൻ പറ്റല്. അപ്പോൾ നമുക്ക് 5 കാർഡ്സ് കൊടുക്കാം. നമ്മൾ 5 ഉപയോഗിക്കണം. കാരണം നമ്മളെ ആളുകൾക്ക് അഥവാ ആ വീഡിയോസ് വേണമെങ്കിൽ അവർക്കത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ 4 ഐ കാർഡ് അവസാനമായിട്ട്, വീഡിയോൻ്റെ അവസാനമായിട്ട് ഒരു ഐ കാർഡ് കൊടുക്കുക. പിന്നെ എൻ്റെ വക നിങ്ങൾക്കൊരു സജഷൻ തരാം. നിങ്ങളിപ്പം വീഡിയോൻ്റെ തുടക്കത്തിൽ കൂടുതൽ ഐ കാർഡ് കൊടുക്കാൻ നോക്കിക്കോ. കാരണം നമ്മളെ വീഡിയോ മുഴുവനായിട്ടും നമ്മളെ ഓഡിയൻസ് കാണണമെന്നില്ല. അതുകൊണ്ട് കൂടുതൽ നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിലായിരിക്കും ഐ കാർഡ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ
നിങ്ങൾ ചെയ്തതിലത്തെ ഏറ്റവും ബെസ്റ്റ് വീഡിയോസ് തന്നെ നിങ്ങൾ ഐ കാർഡായിട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഇത് ചെയ്തതിന് ശേഷം ഇതാ നിങ്ങൾക്ക് ഇവിടെ സേവ് എന്ന് കൊടുക്കണം. സേവ് എന്ന് കൊടുത്താൽ നിങ്ങൾ ഇനിയിപ്പം ആ വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ ആ വീഡിയോക്ക് ഐ കാർഡ് വരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീഡിയോസിന് ഐ കാർഡ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മളുടെ വീഡിയോസിന് ഐ കാർഡ് അഥവാ ഐ ബട്ടണൊക്കെ കൊടുക്കൽ. സോ ബട്ടീസ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വീഡിയോസിന് ഐ ബട്ടൺ കൊടുക്കൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു അതിന് എങ്ങനെ ഐ ബട്ടൺ കൊടുക്കലെന്ന്. അപ്പോൾ ചില യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് അതിന് ശേഷമാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എങ്ങനെ ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാമെന്നും എല്ലാം ഞാൻ നിങ്ങളായിട്ട് പറഞ്ഞതിന്. അതുകൊണ്ട് എന്തായാലും പ്ലീസ് നിങ്ങൾ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമന്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇറ്റ്സ് മീ ശ്യാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.